മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിനിടെ HSS മൈം മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ വാക്കേറ്റം. വിധികർത്താക്കളെ ചൊല്ലിയായിരുന്നു പ്രശ്നങ്ങൾ. പ്രതിഷേധത്തെ തുടർന്ന് വിധികർത്താക്കളെ പോലീസ് എത്തിയാണ് മാറ്റിയത്. ഞങ്ങൾക്ക് 6ാമത്തെ പൊസിഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഞങ്ങൾ അത്രയും തെറ്റിക്കാതെ കളിച്ചത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. എന്നിട്ട് നേരിട്ട് ജഡ്ജസിനെ കണ്ട് സംസാരിക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. ജഡ്ജസിന്റെ അടുത്തേക്ക് പോവാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എന്തിനാ കലോത്സവം? ഞങ്ങൾ കഷ്ടപ്പെട്ട്, ഞങ്ങൾ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടതൊക്കെ വെറുപ്പിലാണ്. ഇങ്ങനെ കൊടുക്കാനാണെങ്കിൽ എന്തിനാ ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുന്നത്? ഞങ്ങൾക്ക് 30 മാർക്കിന് അപ്പീൽ കൊടുത്ത് പോവാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മനഃപൂർവ്വം 6ാമത്തെ പൊസിഷനിലേക്കാണ് ഒരുക്കിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ എന്തിനു വന്ന് കളിക്കുന്നത്? എന്തിനാണ് ജില്ലാ കലോത്സവം? ഇവിടെ എത്ര ടീമോടെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഈ ജഡ്ജസിന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പോലും ഒരു കാര്യം ഉണ്ടായില്ല. വീണ്ടും ഒരു സാറ് പഠിപ്പിച്ച മൈമിന് ഫസ്റ്റും സെക്കൻഡും കൊടുത്തിരിക്കുന്നത്. വേറെ ഒരാൾ ചോദിക്കുന്നത് പറയും കേൾക്കാൻ പോലും ജഡ്ജസിന് സമയമില്ല. ഞങ്ങൾ അവരെടുത്തേക്ക് എത്തിക്കണില്ല. ജംഷീർ കൊടിഞ്ഞി ചേരുന്നു. ജംഷീർ, എന്താണ് സംഭവിച്ചത്? ധന്യ, കഴിഞ്ഞ 2-3 ദിവസമായി മലപ്പുറം വണ്ടൂരിലാണ് മലപ്പുറം പ്രതിനിധി ജില്ലാ കലോത്സവം നടക്കുന്നത്. ഈ സംഘാടനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതിയാണ് കലോത്സവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം HSന്റെ മൈം മത്സരത്തിൽ മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ വാക്കേറ്റവും അത് കയ്യാങ്കളിയിലേക്കും പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. കാരണം ഈ ഒരു ടീം നന്നായി പെർഫോം ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ഓഡിയൻസ് ഉൾപ്പെടെയുള്ളവരും അങ്ങനെ പറയുന്നു. പക്ഷേ ഇവർക്ക് 6ാം സ്ഥാനം നൽകി എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ 6ാം സ്ഥാനം നൽകി, തങ്ങളുടെ വീഴ്ച എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവർ ജഡ്ജസിന്റെ അടുത്തേക്ക് പോയപ്പോൾ അടുത്തേക്ക് പോകാൻ കഴിയില്ല, പോകാൻ അങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞ് ഇവരെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ്. പിന്നീട് അത് സംഘർഷത്തിലേക്ക് പോവുകയും പിന്നീട് ജഡ്ജസിനെല്ലാം പോലീസിന്റെ പ്രൊട്ടക്ഷനോടുകൂടിയാണ് അവിടുന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്നുള്ളതാണ്. വ്യാപകമായി ഈ സംഘാടനം, ഈ മൈക്ക് സെറ്റുമായി ബന്ധപ്പെട്ടൊക്കെ വ്യാപകമായ പരാതി അവിടെ നിന്ന് ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ വട്ടപ്പാട്ട് മത്സരം നടക്കേണ്ട വേദിയിൽ നിന്ന് മാറ്റി മറ്റൊരു വേദിയിലേക്ക് പെട്ടെന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. അതൊരു ഉള്ളേരിയയിലുള്ള ഒരു പ്രദേശത്താണ്. ആളുകൾ വന്നാൽ അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വേദിയിലേക്കാണ് ഈ വട്ടപ്പാട്ട് മത്സരവും മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിന്റെ ഗ്രീൻ റൂം ഇരിക്കുന്നത് മറ്റൊരു സ്കൂളിലാണ്. അതുകൊണ്ട് അവിടെ നിന്ന് കുട്ടികൾ ഡ്രസ് ചെയ്ത് ഇത്രയും ദൂരം നടന്നാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത് എന്നുള്ളതാണ്. വേദി 13ലേക്കാണ് ഇപ്പോൾ ഈ വട്ടപ്പാട്ട് മാറ്റിയിരിക്കുന്നത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട വേദിയിൽ നടത്തേണ്ട ഒരു മത്സരങ്ങൾ ഒക്കെ തന്നെ ഇത്തരത്തിൽ അപ്രധാനമായ വേദികളിലേക്ക്, ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വേദികളിലേക്ക് മാറ്റുന്നു എന്നുള്ള ആക്ഷേപം ഉൾക്കൊള്ളുന്ന കൃത്യമായ വഴികൾ പോലും ഇല്ലാത്ത വേദികളിലേക്ക് മാറ്റുന്നു എന്നുള്ള ആക്ഷേപം. അങ്ങനെ ഈ സംഘാടനവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ഉയരുന്നത്. ധന്യ.